കഴിഞ്ഞ 2 ആഴ്ചയായി എൻ്റെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നിട്ടുള്ളത് സോളാറിന് എനിക്ക് സബ്സിഡി കിട്ടുമോ, അല്ലെങ്കിൽ സോളാറിന് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് സബ്സിഡി കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ സോളാറിന് സബ്സിഡി കിട്ടണമെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ആദ്യമായി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പ്ലാൻ കിടക്കുന്നത് KSEBിയുടെ പ്ലാൻ കിടക്കുന്നത് ഡൊമസ്റ്റിക് താരിഫാണോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. സോ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്കീം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡൊമസ്റ്റിക് ആവശ്യത്തിന് മാത്രമാണ് സോളാറിന് സബ്സിഡി സ്കീം കിട്ടുന്നത്. ഇപ്പോൾ ആ സബ്സിഡി കിട്ടുന്ന എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ 3 കിലോവാട്ട് നമുക്ക് സബ്സിഡി എമൗണ്ട് അറൗണ്ട് 78,000 നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതേ എമൗണ്ട് തന്നെ നിങ്ങൾ 5 കിലോവാട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 78,000 തന്നെയായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് 3 കിലോവാട്ട് ചെയ്താലും 5 കിലോവാട്ട് ചെയ്താലും 78,000 രൂപയാണ് നമുക്ക് സബ്സിഡി കിട്ടുക. ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ഇൻസ്റ്റാളേഴ്സിന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും സബ്സിഡി എമൗണ്ട്. ആരാണ് കസ്റ്റമർ അവരുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി എമൗണ്ട്, ഈ സെൻട്രൽ ഗവൺമെൻറ് തരുന്ന സബ്സിഡി എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയായിരിക്കും ചെയ്യുന്നത്.